ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മ സൂര്യമംഗലത്തോട് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഋതുവിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഋതുമോൾക്ക് അമ്മാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് അമ്മാമ്മേ. പ്രതാപന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്നത് വരെ അവൻ്റെ കാര്യങ്ങളെല്ലാം മോള് നോക്കിക്കോണം. ശേഖരനെ യാമിനി അടുത്ത് നിൽക്കുവാണ്. അവരും ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ്. പ്രതാപനെ ഒറ്റയ്ക്ക് മുറിയിലിട്ടിട്ടേ മോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോയിക്കളയല്ലേ. ശേഖരൻ എസ്റ്റേറ്റിൽ പോകേണ്ടത് എപ്പോഴാ? അത് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞമ്മേ. കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തെ മാനേജറെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. യാമിനി ചോദിക്കുക, അമ്മ ഇത്ര തിടുക്കപ്പെട്ട് സൂര്യമംഗലത്തോട് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പോകേണ്ട കാര്യം ഉണ്ട് യാമിനി. ആ കുറുപ്പേ ഇപ്പം പഴയതുപോലെയൊന്നുമല്ല. അയാൾക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അമ്മ അത് വിഷു ഇങ്ങ് അടുത്തില്ലേ? അമ്മ വിഷുവിന് വരില്ലേ? ഇത്തവണത്തെ വിഷു ഗുരുവായൂരിൽ കൂടണമെന്നായിരുന്നു എൻ്റെ മോഹം. ചാവക്കാട് നമ്മുടെ പാലസും ഉണ്ടല്ലോ. എന്തായാലും നോക്കട്ടെ യാമിനി. അപ്പോൾ അംബികയും രാജു അങ്ങോട്ട് വരുന്നുണ്ട്. അവളുടെ ആ മന്ത്രിയുടെ ഗമയൊന്നും സരസ്വതിയമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നല്ല ദേഷ്യത്തിൽ തന്നെ സരസ്വതിയമ്മ അവളെ നോക്കുക. രാജു മോനെ, ഞാൻ ഇറങ്ങുക. ശരി അമ്മാമ്മേ. എന്നിട്ട് സരസ്വതിയമ്മ അംബികയെ നോക്കിയിട്ട്, എടി നിന്റെ പതിവ് വിളയാട്ടൊന്നും ഇവിടെ വേണ്ട. നീ മന്ത്രിയോ മറ്റെന്തോ എന്തൊക്കെയോ ആയിക്കോ, പക്ഷെ പറഞ്ഞത് മനസ്സിലായോടി? നീ ഇവിടെങ്ങാനും കിടന്ന് വിളയാട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനിങ്ങ് വരും. എൻ്റെ റിവോൾവറെ ആ പെട്ടിയിൽ തന്നെ ഉണ്ടാവും. പറഞ്ഞത് കേട്ടോടി അംബികയെ. എന്നിട്ട് സരസ്വതിയമ്മ അവിടുന്ന് പോവുകയാണ്. എല്ലാവരും സരസ്വതിയമ്മയുടെ പിന്നാലെ പോകുന്നുണ്ട്. സരസ്വതിയമ്മ യാത്ര അയക്കാൻ. അംബിക അവിടെ ഇങ്ങനെ ഇഞ്ചു തിന്ന കുരങ്ങിനെ പോലെ നിൽക്കുക. എന്തായാലും ഒരു മരണം ഒഴിഞ്ഞു പോയല്ലോ, അംബിക പറയുക. രാജുവും ഋതിക അവരുടെ ബെഡ്റൂമിൽ വന്നിരിക്കുക. ഋതിക പറയുക, ഞാൻ വിളിച്ച് ചോദിക്കണമെന്നൊക്കെ 2-3 പ്രാവശ്യം ഒരുങ്ങിയതാ. പിന്നെ വിചാരിച്ചു അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്. പിന്നെ എങ്ങനെയുണ്ട് രാജു പുതിയ മന്ത്രിയുടെ കൂടെയുള്ള PA ഉദ്യോഗം? എന്ത് PA ഋതു? ആ അംബികയും ഞാനും കൂടി ഒരു നടയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും തോന്നി രാജു. അവരും ആ അനന്തം പിള്ളയും ഒറ്റക്കെട്ട. അവിടെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും അയാളുടെ സപ്പോർട്ടുണ്ട്. അവരുണ്ടല്ലോ, എന്നെ മിനിസ്റ്ററുടെ ഓഫീസിനകത്ത് പോലും കയറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ രാജു അത് അച്ഛനോട് പറയണം. ആ പറയാൻ ഋതു. സാറേ എന്നെ ഇവരുടെ PA ആക്കിയത് എന്തിനാണെന്നറിയോ? ഇവർ വല്ല വെട്ടിലും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇവരാരാ മോള്? ഇവരുടെ തനി ഗുണം സാറിന് അറിയില്ലല്ലോ. അതെന്നാ രാജു എൻ്റെ അച്ഛനൊന്നും മനസ്സിലാക്കുന്നത്? അത് ഈ ജന്മത്തിൽ വർമ്മ സാറ് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഋതു. അവരെന്നെ അങ്ങോട്ട് അടുപ്പിക്കാത്തത് എന്താണെന്നോ? അവരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞാൻ കണ്ടുപിടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ഒരു കാര്യം പറയാൻ രാജു. രാജുവിനിത് താല്പര്യമില്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ് പിന്മാറണം. പിന്നെ രാജു, രാധമ്മ വിളിച്ചിരുന്നു. ശ്രീലക്ഷ്മിയുടെ വളകാപ്പ് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിരുന്നു. ചടങ്ങുകളൊക്കെ വളരെ നന്നായിട്ട് നടത്തണമെന്നും ശ്രീലക്ഷ്മി പ്രഗ്നൻ്റായ ഒരു കുട്ടിയാണ്, അവളെ കരയിപ്പിക്കരുതെന്നും ഒക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ ഹരീഷ് ഒരു പിടിവാശിക്കാരനാണല്ലോ ഋതു. അതെ രാജു, ഏത് പിടിവാശിക്കാരനായാലും രാജു സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. നമുക്ക് 2 പേർ കൂടി പോകാൻ രാജു. എന്നിട്ട് രാജു സംസാരിച്ചാൽ മതി. ശരി ഋതു, എന്നാലേ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞ് രാജു പോവുകയാണ്. രാവിലെ ശ്രീലക്ഷ്മിക്ക് കഴിക്കാനുള്ള മരുന്നൊക്കെ ഹരീഷ് ഇങ്ങനെ എടുത്ത് കയ്യിൽ കൊടുക്കുവാണ്. ഹരീഷ് ഇന്ന് പോകുന്നില്ലേ? ഓ ഇല്ല ശ്രീ, ഇനി ഞാൻ ലോങ് ഓട്ടത്തിനൊന്നും പോകുന്നില്ല. അത്യാവശ്യം ചില ഓട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെന്നെ വിളിച്ചോളും. അത് ഹരീഷേ, ഓട്ടം പോയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യം വല്ലതും നടക്കുവോ? എല്ലാം ഭംഗിയായിട്ട് നടത്തും ശ്രീ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും വരുന്നുണ്ട്. രാജു ഹരീഷിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് അകത്തോട്ട് വരാവോ? ഉടനെ ഹരീഷ് പറയാം, ആരോടാണെങ്കിലും അത്രയ്ക്ക് മര്യാദകേടൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഏറി വാ. അകത്തോട്ട് വന്ന രാജു പറയാം, ഞങ്ങളോടൊന്നും ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. അത് കൊള്ളാലോ, ഇരിക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന അവരവരല്ലേ. എനിക്ക് മറ്റുള്ളവരെ പിടിച്ചിരുത്താനൊന്നും പറ്റില്ലല്ലോ. അത് ശരിയാ ഹരീഷ് പറഞ്ഞു, അതുകൊണ്ട് ഞാനിരിക്കാം. ഋതു അങ്ങോട്ട് ഇരുന്നേന്നും പറഞ്ഞ് ഋതിയെ പിടിച്ചവിടെ ഇരുത്തുവാണ് രാജു. ഹരീഷേ, എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും എത്രയൊക്കെ കാണാതിരിക്കേണ്ടെന്ന് വിചാരിച്ചാലും നമുക്കൊന്നും അതൊന്നും ആവില്ല ഹരീഷ്. അതാണ് റിലേഷൻ. മനസ്സിൽ നിന്ന് ആരെയും അങ്ങനെ തേച്ചു മായ്ച്ച് കളയാൻ പറ്റില്ല, പ്രത്യേകിച്ചും കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കുന്നവരെയും. ഹരീഷ് ഉടനെ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആരെയും തേച്ചു മായ്ച്ച് കളഞ്ഞിട്ടില്ല. തേച്ചു മായ്ച്ച് കളയാൻ ഞാൻ എൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. എനിക്ക് ഹരീഷിനെ അറിയാം, ഹരീഷിനെ എന്നെയും നന്നായിട്ടറിയാം. നമ്മൾ ഏതുവരെ പോകുമെന്നും അറിയാം. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഹരീഷെ ഈ മസിൽ അങ്ങോട്ടങ്ങ് വിടാം. അത് കേട്ടിട്ട് ഹരീഷ് പറയാം, എനിക്ക് കുറച്ച് നാൾ കൊണ്ട് മസിൽ അല്പം കൂടുതലാണ്. അത് എൻ്റെ ഈ പ്രൊഫഷന് വേണ്ടിയിട്ടേ ഞാൻ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഈ മസിൽ കാണിച്ചില്ലെങ്കിലേ പലരും എന്നെ പറ്റിച്ചിട്ട് പോയിക്കളയും. അങ്ങനെയാണെങ്കിൽ ഹരീഷെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചായ കുടിച്ചാലോ? ഇവിടുത്തെ മെയിൻ കുക്ക് ഞാൻ തന്നെ പോയി ചായ ഇടാം എന്നിങ്ങനെ ഹരീഷ് പറയുമ്പോൾ രാജു പറയാം, നിൽക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചായ ഇടാം.
അതിനു മുൻപൊരു കാര്യം പറഞ്ഞിട്ടാകാം. പലതും പറഞ്ഞതും പൊറുക്കുന്നതുമാണ് വലിയ മഹാന്മാരെന്ന് എൻ്റെ അച്ഛൻ വേണു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ചില കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല. ഹരീഷെ, നിൻ്റെ മനസ്സിലും ഉണ്ടെങ്കിൽ നീയും അതൊക്കെ അങ്ങ് മറന്നേക്കണേ. എന്താ രാജുവേട്ടാ ഇത്? ഞാനൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. ഹരീഷിൻ്റെ ആ കടുംപിടുത്തമില്ലാത്ത ആ അയവ് കണ്ട് രാജുവിനും ഋതുവിനും വലിയ സന്തോഷമാകുന്നു. ശ്രീയെന്നും പറഞ്ഞ് പെട്ടെന്ന് ഋതു ശ്രീയെ കെട്ടിപ്പിടിക്കുവാണ്. ഹരീഷെ, പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. രുക്മിണി ആൻറ്റിയുടെ അറിവോടുകൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്താ രാജുവേട്ടാ? അപ്പോൾ ഋതിക പറയാ, ഹരീഷെ, വളകാപ്പ് എന്നൊരു ചടങ്ങുണ്ട്, അത് നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പ്രഗ്നൻസി ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വളരെ സന്തോഷം കിട്ടാൻ വേണ്ടി പണ്ട് മുതലേ ആൾക്കാർ നടത്തിയിരുന്ന ഒരു ആചാരമാണത്. ഹരീഷ് വളരെ സന്തോഷത്തോടെ പറയുന്നു, എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിനും ഞാൻ എതിര് നിൽക്കില്ലല്ലോ. അതിനെന്താ രാജുവേട്ടാ, നമുക്ക് നടത്തിയേക്കാം. അങ്ങനെ വേണം സ്നേഹമുള്ള ഭർത്താക്കന്മാർ. രാജു ഋതിയെ നോക്കി പറയുക. അപ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടി ചായ മാത്രം പോരാ ഹരീഷെ, ചായയോടൊപ്പം എന്തെങ്കിലും കടിക്കാനും വേണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയിലോട്ടും അങ്ങോട്ട് മാർച്ച് ചെയ്താലോ? ഈ സമയം പ്രതാപൻ്റെ മുറിയിലിരിക്കുന്ന ശേഖരനോട് പ്രതാപൻ പറയാം, നീ ഇങ്ങനെ അങ്ങോട്ട് പോകാതിരുന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴയില്ലേ ശേഖര? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ചേട്ടാ? ചേട്ടൻ പരസഹായമില്ലാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നോക്കട്ടെ, അപ്പോൾ ഞാൻ പോയേക്കാം. അപ്പോൾ രാധമ്മയും വേണുവേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി അവരെ കണ്ടിട്ട് വളരെ സ്നേഹത്തോടെ ഒന്ന് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കുന്നു. അല്ല, വർമ്മസാറും ശേഖരൻ സാറും എന്തേ? അവരെല്ലാവരും ഉണ്ട് എന്നും പറഞ്ഞ് യാമിനി അവരെ കൂട്ടി പ്രതാപൻ്റെ റൂമിലോട്ട് വരികയാണ്. ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. എന്തായാലും ഹരീഷ് പച്ചക്കൊടി കാണിച്ചല്ലോ. ഇനി നമുക്ക് ചടങ്ങല്ല നല്ല ഗംഭീരമായിട്ട് നടത്തണം. അതെ, നമുക്കെല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തണം എന്ന് രാധമ്മയും പറയുവാണ്. വേണുവേട്ടനെയും രാധമ്മയും കണ്ട് പ്രതാപം വളരെ സന്തോഷത്തോടെ കയറി വാ എന്നിങ്ങനെ പറയുവാണ്. രണ്ടുപേരോട് ഇരിക്കാൻ നിർബന്ധിച്ചിട്ടും അവർ രണ്ടുപേരും ഇരിക്കാൻ അങ്ങനെ നിൽക്കുവാണ്. പ്രതാപൻ്റെ മുന്നിൽ ഇരിക്കാൻ അവർക്കൊരു മടി. എന്തായാലും ഹരീഷ് ആ ഫംഗ്ഷൻ നടത്താൻ സമ്മതിച്ചുകൊണ്ട് വേണുവേട്ടനും രാധമ്മയ്ക്കും വലിയ സന്തോഷമായല്ലോ. രാജു അങ്ങനെയാ, എല്ലാ കാര്യങ്ങളിലും അവൻ കറക്റ്റാ. പ്രായത്തിൽ കവിഞ്ഞ പക്വത അവനുണ്ട്. അപ്പോൾ ശേഖരൻ പറയാം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വെട്ടൊന്ന് മുറി രണ്ട്, ഇതാണ് ഹരീഷിൻ്റെ രീതി. എന്തായാലും അവനെക്കൊണ്ട് രാജു സമ്മതിപ്പിച്ചല്ലോ. വേണുവേട്ടൻ പറയാം, പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ വേണോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതെന്താ വേണുവേട്ട അങ്ങനെയൊക്കെ പറയുന്നത്? ആചാരങ്ങളെല്ലാം ആചാര്യന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. അതെല്ലാം സയൻസും സൈക്കോളജിയുമാണ്. അവരാരും വിവരദോഷികളൊന്നും അല്ലായിരുന്നു, വലിയ വലിയ ജീനിയസുകളാണ്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എഴുതിയ വലിയ വലിയ മുനിമാരായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ള ഓരോ ആചാരങ്ങൾക്കും അതിൻ്റെതായ റീസൺസും ഉണ്ട്. അപ്പോൾ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ വേണുവേട്ട. രാധമ്മ പറയും, അതൊക്കെ നടക്കും സാർ, പക്ഷേ ഞങ്ങൾക്ക് ഒറ്റ ഒരു വിഷമമേ ഉള്ളൂ. അതെന്താ രാധമ്മേ? കുടുംബത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ സാറിങ്ങനെ ഇരിക്കുന്ന ഒരു വിഷമം ഓർത്തിട്ടാ. എനിക്ക് വരാൻ പറ്റില്ലെന്ന് രാധമ്മയോട് ആരാ പറഞ്ഞത്? എൻ്റെ ഋതുമോളുടെ ക്ലാസ്മേറ്റ് കൂടെയാണ് ശ്രീലക്ഷ്മി. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഈ നിലയിൽ തുടരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. പ്രതാപൻ അങ്ങനെ പറഞ്ഞത് കേട്ട് രാധമ്മയ്ക്കും വേണുവേട്ടനും വലിയ സന്തോഷമായി. സന്തോഷത്തോടെ വേണുവേട്ടൻ പറയും, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ, പല കാര്യങ്ങളും അടുപ്പിക്കാനുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് പോകുമ്പോൾ പ്രതാപൻ ശേഖരനോട് ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. യാമിനി രണ്ടുപേരോടും പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ല മേഡം, പോയിട്ട് ധൃതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട ശേഖരൻ അങ്ങോട്ട് വന്നിട്ട്, പോവല്ലേ വേണുവേട്ട, ദാണ്ട ഇത് ചേട്ടൻ വേണുവേട്ടൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞതാ. എന്താ ഇത്? പൈസ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതിപ്പോൾ എനിക്ക് വേണ്ട. ഈ ചടങ്ങൊക്കെ നടത്താനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് സാർ. അതിൻ്റെ കൂടെ ഇതുകൂടി ഇരിക്കട്ടെ വേണുവേട്ട. വേണ്ട ശേഖരൻ സാറേ, ഞാനിത് വാങ്ങില്ല. ചേട്ടൻ ഇത് അറിയുമ്പോൾ സങ്കടമാവും. സുഖമില്ലാതിരിക്കുന്ന ആളല്ലേ. ഇത് വേണുവേട്ടൻ വാങ്ങിയില്ലെന്നും പറഞ്ഞ് ഞാൻ തിരികെ കൊടുക്കുമ്പോഴേ ചേട്ടനതൊരു വല്ലാത്ത സങ്കടമാവില്ലേ? ശേഖരൻ സാറിന് അറിയാവുന്നതല്ലേ, എനിക്കിതൊന്നും അത്രയ്ക്ക് ഇഷ്ടവുമല്ല ശീലവും ഇല്ല. പക്ഷേ സുഖമില്ലാതിരിക്കുന്ന വർമ്മസാറിനെ ഈ സാഹചര്യത്തിൽ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ശേഖരൻ അങ്ങനെ വേണുവേട്ടൻ്റെ കൈ പിടിച്ച് കയ്യിലോട്ട് ആ പൊതിക്കെട്ട് അങ്ങോട്ട് വെക്കുകയും അംബികയെ അങ്ങോട്ട് കണ്ടുകൊണ്ട് വരുവാണ്. അംബിക ഉടനെ ഒരു പുച്ഛവും കളിയാക്കലോടി പറയുക, ദാരിദ്ര്യം വന്നാലേ മകൻ്റെ ഭാര്യ വീട്ടിൽ വന്ന് സഹായം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഒരു വരവ് വന്നാൽ മതി. എന്തായാലും ആയിരിക്കും പലവ്യഞ്ജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അംബികയുടെ ഈ അഹങ്കാരം കേട്ട് ശേഖരൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. വേണ്ട, മര്യാദകേട് പറയരുത്. നിങ്ങളോട് ആര് പറഞ്ഞു ഇക്കാര്യത്തിൽ വന്ന് ഇടപെടാൻ? വിളിക്കാത്തടത്തൊക്കെ വലിഞ്ഞുകാരി വന്നോളൂ ഈ പെണ്ണുമ്പുള്ള നാശം പിടിക്കാനായിട്ട്. യാമിനിയും പറയുക, ഇവർ ഇത്രയ്ക്കും സംസ്കാരമില്ലാത്ത ഒരു സ്ത്രീയാണോ? അംബികയെ വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. എടി, മകൻ്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് പിരിവ് ചോദിക്കുന്നതാണോടി സംസ്കാരം? ശേഖരൻ അംബികയുടെ കരണം തല്ലി പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ? വേണ്ടേ, ഞങ്ങൾ കുടുംബക്കാരും ബന്ധക്കാരും തമ്മിൽ പല ഇടപാടുകളും ഉണ്ടാവും.
അതിലൊക്കെ വന്ന് ഇടപെടാനേ നിങ്ങൾ ഇവിടുത്തെ ആരാ? നിങ്ങളെ പണ്ടേ കെട്ടിച്ചു വിട്ടതല്ലേ, അവിടെ എങ്ങാനും പോയി കിടന്ന ആളാക്. ഇവിടെ നിങ്ങളുടെ അഹങ്കാരം ഒന്നും വേണ്ട, ഇതേ ഋതുമോളുടെ വീടാ. ആഹാ, എന്നോടാന്നോടാ കളി? ഞാൻ ഇവിടുത്തെ ആരാന്ന് നിനക്കൊക്കെ കാണിച്ചു തരാവടാ. മരുമോളുടെ വീട്ടിൽ വന്ന് തെണ്ടുന്നത് കണ്ടോണ്ട് ഞാൻ പറഞ്ഞു പോയതാടാ. ദാണ്ട ദേഷ്യത്തോടെ ഉറഞ്ഞു തുള്ളി വരുന്നുണ്ട് ഋതു. തെണ്ടി തിന്നുന്നത് നിങ്ങളാ. എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും ഔദാര്യം പറ്റി ജീവിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മകനുമാ. എടി, നിനക്ക് ഞാൻ ആരാണെന്നറിയോ? അതെ, നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ എത്ര കൾച്ചർലെസ് ഫെലോ ആണെന്നും ഓരോ ദിവസവും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമല്ലേ. അച്ഛൻ എന്തോ പറഞ്ഞ് ചെറിയച്ഛൻ അത് ചെയ്തു, അതിലൊക്കെ വന്ന് ഇടപെടാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? അംബിക വലിയ ഗമയിൽ പറയുക, ഞാൻ ഈ കുടുംബത്തിലെ ഇത്രയും പറയുമ്പോഴേ ഋതിക പറയാം, ആരുമല്ല. എൻ്റെ അച്ഛൻ്റെ സെൻറ്റിമെൻ്റ് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വന്യമൃഗം. ഈ നിൽക്കുന്നതേ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മ എന്ന് വെച്ചാൽ എൻ്റെ മറ്റൊരു അച്ഛനും അമ്മയും. ഇവരോടങ്ങാണ് അനാവശ്യം നിങ്ങൾ പറഞ്ഞാൽ ഈ മന്ത്രിയുടെ 12 പല്ലും ഞാനിപ്പോൾ അടിച്ച് പൊട്ടിച്ച് താഴെ ഇടും. വേണുവേട്ടൻ പറയാം, പോട്ടെ മോളെ, ഉണ്ട് മുഷിഞ്ഞവനോട് ഊണ് ചോദിക്കാം, കണ്ടു മുഷിഞ്ഞവനോട് പണം കടം ചോദിക്കാവുന്ന ഒരു പഴമൊഴിയുണ്ട്. ഇവർ ശരിക്കും ഉണ്ണാനും കാശ് കാണാനും തുടങ്ങിയത് ഇപ്പോഴാണ്. അതിൻ്റെ അല്പത്തരം അവർ കാണിക്കും. നീ വാടി രാധമ്മേ എന്നും പറഞ്ഞ് വേണുവേട്ടൻ രാധമ്മയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഒരു പുഴുത്ത പട്ടിയെ നോക്കുന്ന പോലെ ശേഖരനും യാമിനിയും ഋതിക ഇങ്ങനെ അംബികയെ നോക്കിയിട്ട് അവരൊക്കെ അവിടെ നിന്ന് അങ്ങ് പോവുക. അംബിക അങ്ങനെ ചൂളി വിറച്ചവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വേണുവേട്ടനും രാധമ്മയും പലഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് വരുവാണ്. പ്രിയ അങ്ങോട്ട് വരുവാണ്. പ്രിയയോട് പറയുന്നത്, മോളെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അകത്ത് വെക്ക്. അപ്പോൾ രുക്മിണി അങ്ങോട്ട് ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. രാധമ്മേ, ഞാൻ ബേക്കറിലോട്ട് പോവാം, രാധമ്മയും കൂടെ എൻ്റെ കൂടൊപ്പം വരണം. അതെന്തിനാ രുക്മിണി? അതെ, നമുക്ക് കൊണ്ടുപോകാനുള്ള പലഹാരമൊക്കെ മേടിക്കാനാ. പലഹാരമൊക്കെ എന്തിനാ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നത്? എല്ലാം ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തോരം പലഹാരമെന്ന് വിചാരിച്ച രാധമ്മയെ പറയുന്നത്? പലഹാരങ്ങൾ കുറേ അധികം വേണ്ടേ, നമുക്ക് ബേക്കറിയിൽ പോയി മേടിക്കാം. രാധമ്മ എന്നോടൊപ്പം ഒന്ന് വന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ രുക്മിണി നിർബന്ധിക്കുമ്പോൾ വേണുവേട്ടൻ പറയുക, രുക്മിണി, ഈ ആചാരമര്യാദയ്ക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത് ഞങ്ങൾ ഈ പെൺവീട്ടുകാരാ. അതൊക്കെ ശരിയായിരിക്കും വേണുവേട്ട. അപ്പോഴും വേണുവേട്ടൻ പറയുന്നത്, രുക്മിണി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള പലഹാരമേ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നത് ശരിയല്ല. ഗർഭിണിയായ ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ആഹാര സാധനങ്ങൾ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അതിനെന്താ, ബേക്കറിയിൽ നിന്ന് വാങ്ങിയാൽ എന്താ കുഴപ്പം? അത് തന്നെയാ രുക്മിണി ഞാനും പറഞ്ഞത്. ബേക്കറിക്കാർ പലഹാരം ഉണ്ടാക്കുന്നത് വിൽക്കാനാ, എന്നാൽ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നതോ കഴിക്കാനാ. അത് തന്നെയാണ് ഇതിലുള്ള വ്യത്യാസം. നമുക്കിവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി രുക്മിണി. രുക്മിണിയും വാ എന്നിങ്ങനെ രാധമ്മ വിളിക്കുവാണ് രുക്മിണിയെ. അപ്പോൾ പണി പായസത്തിലല്ല, പലഹാരത്തിലാണ് രുക്മിണിയും അംബികയും ചേർന്ന് കൊടുക്കാനിരിക്കുന്നത്. പ്രതാപൻ ഒരു മയക്കത്തിലാണ്. ഋതികയോട് രാജു ചോദിക്കുന്നു, സാർ ഉറങ്ങിയോ? ഇല്ല, ചെറിയ മയക്കത്തിലാണ്. നാളത്തെ വളകാപ്പ് ചടങ്ങെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാൻ സാറിൻ്റെ അനുഗ്രഹം വേണമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, ഞാൻ ഉറങ്ങിയില്ല രാജു, നീ എന്താ ഇങ്ങനെ പ്രത്യേകിച്ച് അനുഗ്രഹം വേണമെന്നൊക്കെ പറയുന്നത്? എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അത് മാത്രമല്ല, ചടങ്ങിന് ഞാനും വരുന്നുണ്ടല്ലോ. പ്രതാപൻ അങ്ങനെ പറഞ്ഞതും ഋതികയ്ക്കും രാജുവിനും വലിയ സന്തോഷം. ശ്രീലക്ഷ്മിക്കുള്ള അനുഗ്രഹം ഞാൻ അവിടെ വന്ന് കൊടുത്തോളാം. അനന്തംപിള്ളയും അംബികയും വലിയ ഡിസ്കഷനില്ല. അനന്തംപിള്ള ചോദിക്കുക, നാളത്തെ പ്ലാൻ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ അല്ലേ? വളരെ കൃത്യമായിട്ട് തന്നെ അനന്തംപിള്ളയെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ ഇടനില നിൽക്കുന്നത് ആ അപൂർവന രാജവെമ്പാല രുക്മിണി അല്ലേ? അവൾ ഉഴപ്പുവോ മറ്റോ ചെയ്യുവോ? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂർഖൻ്റെ കുടുംബത്തിൽപ്പെട്ട മൂത്ത കാരണവരാ ഈ രുക്മിണി. രാജവെമ്പാലയെ അവള്. ചവിട്ടേറ്റ പാമ്പ് കടിക്കാതെ വിടുവോ? രുക്മിണിയെ ചവിട്ടേറ്റ മൂർഖം പാമ്പാ. എങ്കിലും അംബിക എന്താ എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നോടൊന്ന് പറഞ്ഞ്. അപ്പോൾ അംബിക എന്തൊക്കെയോ പതുക്കെ പറയുന്നുണ്ട് അനന്തംപിള്ളയോട്. അംബിക എങ്ങനെ പറഞ്ഞത് കേട്ട് അനന്തംപിള്ള വലിയ സന്തോഷത്തോടെ ചിരിക്കുക. അപ്പോൾ ഡോറ് തുറന്ന് ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക് ചോദിക്കും, എന്താ 2 പേരും ഇത്ര ചിരി? ഞാൻ കൂടെ കേൾക്കട്ടെ, എന്നോടുകൂടി ഒന്ന് പറഞ്ഞേ. നല്ല ഉഗ്രനൊരു പൂരം നിൻ്റെ അമ്മ റെഡിയാക്കിയിട്ടുണ്ട്, അത് കണ്ട് എൻ്റെ മോന് നന്നായിട്ട് രസിക്കാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അനന്തംപിള്ള പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ ദീപക് അമ്മയോട് ചോദിക്കും, എന്താ അമ്മേ? അതൊക്കെ ഉണ്ട് മോനെ, അങ്ങോട്ട് പോകുമ്പോൾ കാറിൽ വെച്ച് അമ്മ മോനോടെല്ലാം പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് അംബിക. അംബികയും മകനും അങ്ങനെ പോവാൻ. ആ സമയത്ത് അനന്തംപിള്ളയെ കാണാൻ മേഖല ന്യൂസ് ചാനൽ ഹെഡ് സുനിൽ ദാമോദരനാണ് വന്നിരിക്കുന്നത്. അനന്തംപിള്ള അയാൾക്ക് വലിയൊരു വാഗ്ദാനം അങ്ങോട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പ്ലോസീവ് ന്യൂസാണ് തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് കോടികൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും ആ എക്സ്പ്ലോസീവ് ന്യൂസ്? അതായത് അംബിക ഇത് 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് അംബികയാണെന്നുള്ളതാണോ?
അതോ അംബികയും രുക്മിണിയും ചേർന്ന് ശ്രീലക്ഷ്മിക്ക് കൊടുത്ത മധുരപലഹാരങ്ങളിൽ വിഷമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കാം എക്സ്പ്ലോസീവ് ന്യൂസ്. അതെന്താണെന്നറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.